അറിയാമോ നീ ഇങ്ങനെ കിട്ടണോ കാണിക്കാൻ വേണ്ടിട്ടാണല്ലോ എന്നെ പിടിച്ചാ നിന്നെ പിടിച്ചൊരു പട്ടിയും ചോദിക്കാൻ പറ്റില്ല നിന്റെ ഡ്രസ്സിങ്ങിന്റെ ആണേ പറയും കേട്ടാ ഓടി മോളെ ചേട്ടനെ ഇവിടെ തന്നെ കാണൂട്ടാ ഇതൊരു അത്യാവശ്യം ഉണ്ടെങ്കിൽ പറയണേ. എന്തിട്ട് ഒന്നുമില്ല. ഒന്നുമില്ല പിന്നെ നീ എന്തിനൊക്കെ അറിയണേ? ചേട്ടാ അത് പിന്നെ ബസ് സ്റ്റോപ്പിൽ വെച്ച് നിന്റെ ഡ്രസ്സിങ്ങിന്റെ കുഴപ്പമെന്നേ പറയും. ഈ നാട്ടുകാരുടെ സ്വഭാവം അറിയാവുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇമാര് ഡ്രസ്സൊന്നും ഇടണ്ടാന്ന്. എന്താ പറഞ്ഞ? ഈ ഡ്രസ്സ് ഇട്ടിടല്ലേ ഈ പ്രശ്നം, അല്ല ചുരിദാറിട്ട് പോകേണ്ട കേസേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ വരുന്നവരെ ഞാൻ വിചാരിച്ചത് എല്ലാ ആണുങ്ങളും ഒരേപോലെ അല്ല എന്നാ. ഇപ്പൊ എനിക്ക് മനസ്സിലായി എല്ലാ പിള്ളേരും ഒരേപോലെയാണെന്ന്. ചേട്ടാ ഡ്രസ്സിങ്ങിലല്ല കാര്യം. 3 വയസ്സുള്ള ഒരു കുട്ടീനെ പീഡിപ്പിച്ചത് ഡ്രസ്സിങ്ങിന്റെ പേരിലാണോ? ആണോ? മറുതിട്ട് പോയൊരു കുട്ടീനെ പീഡിപ്പിച്ചത് ഡ്രസ്സിങ്ങിന്റെ പേരിലാണോ? നിങ്ങൾ എല്ലാരും പറയുന്നുണ്ടല്ലോ ഇക്വാലിറ്റിയുടെ പേര്. പറച്ചില് മാത്രമല്ല ഉണ്ട്. നിങ്ങൾക്ക് തോന്നുന്ന പോലത്തെ ഡ്രസ് ഇടാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇഷ്ടത്തിനൊരു സാധനം ഇട്ട് കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നം. ചേട്ടാ ഞാനും ഒരു പെണ്ണ, എനിക്കുണ്ട് ആഗ്രഹങ്ങളൊക്കെ. ഏതൊരാണിനും പെണ്ണിനും ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ ധരിക്കാനുള്ള സ്വാതന്ത്ര്യമുള്ള നാട്ടിലാണ് ഞാനും ചേട്ടനും ഒക്കെ ജീവിക്കുന്നത്. നമുക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഇട്ട് പുറത്തിറങ്ങുമ്പോൾ ഏതെങ്കിലും ജന്മന്മാര് നമ്മളെ കയറി വന്ന് പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ന് ഡ്രസ്സിനെ കുറ്റം പറയാതെ അവൻ ചെയ്ത പ്രവൃത്തിയെ കുറ്റം പറയുന്നു, അന്ന് മുതലേ നാട് നന്നാവും.